ഹലോ ഓൾ, ശ്രുതീസ് വർമ്മ വേൾഡിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വീണ്ടും ഒരു പുതിയ ടോപ്പിക്കായാണ് വന്നിട്ടുള്ളത്. ടോപ്പിക്കിൻ്റെ പേര് മോളിക്കുലാർ ഡിസ്റ്റിലേഷൻ. മോളിക്കുലാർ ഡിസ്റ്റിലേഷന് തന്നെ പറയുന്ന മറ്റ് രണ്ട് പേരുകളാണ് ഇവോപ്പറേറ്റീവ് ഡിസ്റ്റിലേഷൻ, ഷോർട്ട് പാത്ത് ഡിസ്റ്റിലേഷൻ. എന്തുകൊണ്ടാണ് മോളിക്കുലാർ ഡിസ്റ്റിലേഷനെ ഇവോപ്പറേറ്റീവ് ഡിസ്റ്റിലേഷൻ, ഷോർട്ട് പാത്ത് ഡിസ്റ്റിലേഷൻ എന്നൊക്കെ പറയുന്നത് എന്നുള്ളത് നമുക്ക് വഴിയെ പഠിക്കാം. ഈ ടോപ്പിക്കിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ്, മോളിക്കുലാർ ഡിസ്റ്റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്ന ഒരു പുതിയ ടേം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് മോളിക്കുലാർ ഡിസ്റ്റിലേഷനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ടേമാണ് മീൻ ഫ്രീ പാത്ത്. ഇന്റർമോളിക്കുലാർ കൊളിഷൻ സംഭവിക്കാണ്ട് ഒരു മോളിക്യൂള് സഞ്ചരിക്കുന്ന ആവറേജ് ഡിസ്റ്റൻസിനെയാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർമോളിക്കുലാർ കൊളിഷൻ സംഭവിക്കാതെ ഒരു മോളിക്യൂൾ സഞ്ചരിക്കുന്ന ആവറേജ് ഡിസ്റ്റൻസിനെയാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മോളിക്കുലാർ ഡിസ്റ്റിലേഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. മോളിക്കുലാർ ഡിസ്റ്റിലേഷൻ is defined as a distillation process in which each molecule in the vapor phase travels mean free path and get condensed individually without intermolecular collisions on application of vacuum. ഇനി നമുക്ക് ഈ ഡെഫിനിഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പഠിക്കാം. വാക്യൂം അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായി വേപ്പർ ഫേസിലുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻ്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നത് വഴി അത് തമ്മിൽ കൂട്ടിമുട്ടാനുള്ള സാധ്യത കുറയുന്നു. ഓക്കെ, ഇൻ്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് കൂടുന്നത് കൊണ്ട് തന്നെ ആ മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിമുട്ടാനുള്ള സാധ്യത കുറയുന്നു. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂളും മീൻ ഫ്രീ പാത്ത് ട്രാവൽ ചെയ്ത് കണ്ടൻസറിലെത്തി കണ്ടൻസറിൽ വെച്ച് ഇൻഡിവിജ്വലി കണ്ടൻസ് ചെയ്താണ് ഡിസ്റ്റിലേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. രണ്ട് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യാണ്ട് ആ ഓരോ മോളിക്യൂളും സഞ്ചരിക്കുന്ന ആവറേജ് ഡിസ്റ്റൻസിനെയാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഹൈ വാക്യൂം അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് മോളിക്യൂൾസിനിടയിലുള്ള ഡിസ്റ്റൻസ്, ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നത്. മോളിക്കുലാർ ഡിസ്റ്റിലേഷൻ അസംബ്ലിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഫിഗറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എങ്കിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിംഗ് ഒക്കെ ഈസിയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1 മീറ്റർ ഡയമീറ്ററിലുള്ള ഒരു ജാക്കറ്റഡ് വെസലാണ് ഫാളിംഗ് ഫിലിം മോളിക്കുലാർ ഡിസ്റ്റിലേഷൻ അസംബ്ലിക്കകത്തുള്ള പ്രധാനപ്പെട്ട പാർട്ട്. ജാക്കറ്റഡ് വെസലിൻ്റെ ഇവോപ്പറേറ്റിംഗ് സർഫസിനോട് ചേർന്ന് റോട്ടറുമായി കണക്ട് ചെയ്തിട്ടുള്ള വൈപ്പേഴ്സ് നമുക്ക് കാണാം. ബ്ലൂ കളറിൽ കാണുന്നതാണ് വൈപ്പർ. കണ്ടൻസറും ഇവോപ്പറേറ്റിംഗ് സർഫസിനോട് വളരെ അടുത്താണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. യെല്ലോ കളറിൽ കാണുന്നതാണ് കണ്ടൻസർ. ഇവോപ്പറേറ്റിംഗ് സർഫസും കണ്ടൻസറും തമ്മിൽ വളരെ വളരെ ക്ലോസ് ആയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. വെസലിൻ്റെ സെൻറ്ററിൽ ഒരു ലോങ് പൈപ്പ് നിങ്ങൾക്ക് കാണാം. ആ പൈപ്പ് വാക്യൂം പമ്പുമായി കണക്ട് ചെയ്തിരിക്കുന്നു. കണ്ടൻസറിൽ നിന്നും ഡിസ്റ്റിലേറ്റ് കളക്ട് ചെയ്യുന്നതിനായി ഒരു പ്രൊഡക്റ്റ് ഔട്ട്ലെറ്റും ജാക്കറ്റഡ് വെസലിനകത്ത് റിമൈനിങ് ഉള്ള അൺഡിസ്റ്റിൽഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതിനായി ഒരു റെസിഡ്യൂ ഔട്ട്ലെറ്റും നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം. ജാക്കറ്റഡ് വെസലിലോട്ട് ഫീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായി ഒരു ഫീഡ് ഇൻലെറ്റും ഉണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഒരു ഫാളിംഗ് ഫിലിം മോളിക്കുലാർ ഡിസ്റ്റിലേഷൻ അസംബ്ലിക്കകത്തുള്ള പ്രധാനപ്പെട്ട പാർട്സ്. ഇവിടെ ജാക്കറ്റഡ് വെസലാണ് യൂസ് ചെയ്യുന്നത്. വെസലിനകത്തുള്ള മെറ്റീരിയലെ ഹീറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള പ്രൊവിഷനാണ് ഈ ജാക്കറ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഹൈ വാക്യൂം അപ്ലൈ ചെയ്യുന്നു. റോട്ടറിൻ്റെ ഹെൽപ്പോട് കൂടെ വൈപ്പർ വെസലിനകത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇവോപ്പറേറ്റിംഗ് സർഫസുമായി വളരെ ക്ലോസ് ആയാണ് വൈപ്പർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. വെസലിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഫീഡ് ഇൻലെറ്റ് വഴി വെസലിലോട്ട് വരുന്നു. വൈപ്പർ റൊട്ടേറ്റ് ചെയ്യുന്നു. സോ പോളി ടെട്രാ ഫ്ലൂറോ എഥിലീൻ വൈപ്പേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ വൈപ്പേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടെ ലിക്വിഡ് ഫീഡ് ഇൻലെറ്റിൽ നിന്നും വരുന്ന ലിക്വിഡ് ഫീഡ് ഇവോപ്പറേറ്റിംഗ് സർഫസിൽ സ്പ്രെഡ് ചെയ്യുകയും അവിടെ ഒരു ലിക്വിഡ് ഫിലിം ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഓൾറെഡി ഹീറ്റഡ് ആയിട്ടുള്ള സർഫസിലാണ് ലിക്വിഡ് ഫിലിം ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലിക്വിഡ് ഫിലിമിനകത്തു നിന്നും ലിക്വിഡിന് ഈസിയായി ഇവോപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നു. അങ്ങനെ ഫോം ചെയ്യുന്ന ആ വേപ്പർ നേരെ പോകുന്നത് കണ്ടൻസറിലോട്ടാണ്. കണ്ടൻസറിൽ നിന്നും കണ്ടൻസേഷൻ സംഭവിച്ചു വരുന്ന ആ ലിക്വിഡ്, അതായത് ഡിസ്റ്റിലേറ്റ്, റിസീവറിലോട്ട് കളക്ട് ചെയ്യുന്നു.
അതേസമയം അൺഡിസ്റ്റിൽഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെസലിനകത്തുണ്ടായിരിക്കും. അത് റെസിഡ്യൂ ഔട്ട്ലെറ്റ് വഴി കളക്ട് ചെയ്യുകയും വീണ്ടും ഫീഡ് പോർട്ട് വഴി വെസലിലോട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഫർദർ ഡിസ്റ്റിലേഷൻ ചെയ്യുകയും ചെയ്യുന്നു. സോ ഇതാണ് ഫാളിംഗ് ഫിലിം മോളിക്കുലാർ ഡിസ്റ്റിലേഷൻ അസംബ്ലിയുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫാളിംഗ് ഫിലിം മോളിക്കുലാർ ഡിസ്റ്റിലേഷൻ അസംബ്ലി നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഞാൻ അടുത്ത പാർട്ടിലോട്ട് പോവുകയാണ്. സെൻട്രിഫ്യൂഗൽ മോളിക്കുലാർ ഡിസ്റ്റിലേഷൻ സ്റ്റിൽ. സെൻട്രിഫ്യൂഗൽ മോളിക്കുലാർ ഡിസ്റ്റിലേഷൻ സ്റ്റിലിനെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 1 to 1.5 മീറ്റർ ഡയമീറ്ററിലുള്ള ബക്കറ്റ് ഷേപ്ഡ് വെസലാണ് സെൻട്രിഫ്യൂഗൽ മോളിക്കുലാർ ഡിസ്റ്റിലേഷൻ അസംബ്ലിക്കകത്തുള്ള പ്രധാനപ്പെട്ട പാർട്ട്. ഓർക്കണം, 1 to 1.5 മീറ്റർ ഡയമീറ്ററിലുള്ള ബക്കറ്റ് ഷേപ്ഡ് വെസലാണ് സെൻട്രിഫ്യൂഗൽ മോളിക്കുലാർ ഡിസ്റ്റിലേഷൻ അസംബ്ലിക്കകത്ത് യൂസ് ചെയ്യുന്നത്. ഇവിടെ ആ ഗ്രീൻ കളറിൽ കാണുന്നതാണ് നമ്മുടെ ബാസ്ക്കറ്റ്. ബക്കറ്റ് ഷേപ്ഡ് വെസൽ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രിഫ്യൂഗൽ സ്റ്റിൽ എന്നൊക്കെ പറയാം. ഓക്കെ, ഈ സെൻട്രിഫ്യൂഗൽ സ്റ്റിൽ ഒരു മോട്ടറുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബക്കറ്റ് ഷേപ്ഡ് ഗ്രീൻ കളറിൽ കാണുന്ന ആ ഒരു വെസൽ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഈ ഒരു ബക്കറ്റിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ബക്കറ്റ് ഷേപ്ഡ് വെസലിലോട്ട് ഫീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായി ഒരു ഫീഡ് ഇൻലെറ്റ് ഉണ്ട്. ബക്കറ്റിൻ്റെ സെൻറ്റർ പോർഷനിലോട്ടാണ് ഫീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഫിഗറിൽ യെല്ലോ കളറിലുള്ള ഒരു പൈപ്പ് കാണാം. ആ പൈപ്പ് വഴി ബക്കറ്റ് ഷേപ്ഡ് വെസലിൻ്റെ സെൻറ്ററിലോട്ടാണ് ഫീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ റേഡിയൻ ഹീറ്റേഴ്സ് എക്സ്റ്റേണലി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബക്കറ്റ് ഷേപ്ഡ് വെസലുമായി എക്സ്റ്റേണലി ഫിറ്റ് ചെയ്തിട്ടുള്ള റേഡിയൻ ഹീറ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ റെഡ് കളറിൽ കാണാം. ഇവോപ്പറേറ്റിംഗ് സർഫസിനോട് വളരെ അടുത്തായാണ് കണ്ടൻസർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് പിങ്ക് കളറിൽ കാണുന്ന പൈപ്പ് അൺഡിസ്റ്റിൽഡ് മെറ്റീരിയൽ ബക്കറ്റ് ഷേപ്ഡ് വെസലിൽ നിന്നും റിമൂവ് ചെയ്യുന്നതിനാണ് യൂസ് ചെയ്യുന്നത്. കണ്ടൻസറിൽ നിന്നും ഡിസ്റ്റിലേറ്റ് കളക്ട് ചെയ്യുന്നതിനായിട്ടുള്ള പ്രൊവിഷനും നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം. പ്രൊഡക്റ്റ് ഔട്ട്ലെറ്റ്. എൻഡിയർ വെസലുമായാണ് വാക്യൂം പമ്പ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഫാളിംഗ് ഫിലിം മോളിക്കുലാർ ഡിസ്റ്റിലേഷൻ അസംബ്ലിക്കകത്ത് സെൻട്രലി പ്ലേസ് ചെയ്തിട്ടുള്ള പൈപ്പുമായിട്ടായിരുന്നു വാക്യൂം പമ്പ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം സെൻട്രിഫ്യൂഗൽ മോളിക്കുലാർ ഡിസ്റ്റിലേഷൻ അസംബ്ലിയുടെ കേസിൽ എൻഡിയർ വെസലുമായാണ് വാക്യൂം പമ്പ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് സെൻട്രിഫ്യൂഗൽ മോളിക്കുലാർ ഡിസ്റ്റിലേഷൻ അസംബ്ലിക്കകത്തുള്ള പ്രധാനപ്പെട്ട പാർട്സ്. 1 to 1.5 മീറ്റർ ഡയമീറ്ററിലുള്ള ബക്കറ്റ് ഷേപ്ഡ് വെസൽ ഉണ്ട്. ഓക്കെ, ഈ ബക്കറ്റ് ഷേപ്ഡ് വെസൽ ഒരു മോട്ടറുമായി കണക്ട് ചെയ്തിരിക്കുന്നു. മോട്ടോർ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ വെസൽ ഹൈ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഫീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായുള്ള ഫീഡ് ഇൻലെറ്റും അൺഡിസ്റ്റിൽഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ റെസിഡ്യൂ റിമൂവ് ചെയ്യുന്നതിനായിട്ടുള്ള ഔട്ട്ലെറ്റും അതുപോലെ തന്നെ കണ്ടൻസറിൽ നിന്നും ഡിസ്റ്റിലേറ്റ് കളക്ട് ചെയ്യുന്നതിനായിട്ടുള്ള ഔട്ട്ലെറ്റും ഉണ്ട്. ഇവിടെ റേഡിയൻ ഹീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. വാക്യൂം എൻഡിയർ വെസലുമായാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറയാം. ആദ്യം വാക്യൂം അപ്ലൈ ചെയ്യുന്നു. ഹൈ വാക്യൂം അപ്ലൈ ചെയ്യുന്നു. മോട്ടോർ ഓൺ ചെയ്യുന്നു. വെസൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെസലിലോട്ട് ഫീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സെൻട്രിഫ്യൂഗൽ ആക്ഷൻ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഫലമായി വെസലിനകത്തുള്ള ലിക്വിഡ് ഫീഡ് വാളിന് എഗെയിൻസ്റ്റ് ത്രോ ചെയ്യുകയും ഓൾറെഡി ഹീറ്റഡ് ആയിട്ടുള്ള ഇവോപ്പറേറ്റിംഗ് സർഫസിൽ ലിക്വിഡ് ഫിലിം ഫോം ചെയ്യുകയും ചെയ്യുന്നു. ആ ലിക്വിഡ് ഫിലിമിനകത്തു നിന്നും ലിക്വിഡ് വളരെ പെട്ടെന്ന് തന്നെ ഇവോപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേപ്പർ നേരെ കണ്ടൻസറിലോട്ട് പോകുന്നു. കണ്ടൻസറിൽ വെച്ച് വേപ്പർ മോളിക്യൂൾസ് ഇൻഡിവിജ്വലി കണ്ടൻസ് ചെയ്ത് ഡിസ്റ്റിലേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഡിസ്റ്റിലേറ്റ് ഒരു റിസീവറിലോട്ട് കളക്ട് ചെയ്യുന്നു. വെസലിനകത്തും അൺഡിസ്റ്റിൽഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മറ്റൊരു ഔട്ട്ലെറ്റ് വഴി കളക്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ സെൻട്രിഫ്യൂഗൽ മോളിക്കുലാർ സ്റ്റിൽ. വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ് സെൻട്രിഫ്യൂഗൽ മോളിക്കുലാർ ഡിസ്റ്റിലേഷൻ. ഇന്നത്തെ ക്ലാസ് മോളിക്കുലാർ ഡിസ്റ്റിലേഷനെ കുറിച്ചായിരുന്നു. മോളിക്കുലാർ ഡിസ്റ്റിലേഷൻ ചെയ്യുന്നതിനായി യൂസ് ചെയ്യുന്ന 2 ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസ്, ഫാളിംഗ് ഫിലിം മോളിക്കുലാർ സ്റ്റിൽ, സെൻട്രിഫ്യൂഗൽ മോളിക്കുലാർ സ്റ്റിൽ. അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.